ഇതിന്റെ ഫുഡ് വളരെ ഫേമസ് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്ത് നോക്കി അതിൻ്റെ വലിപ്പവും തൂക്കവും ഒക്കെ നോക്കി നമുക്ക് കഴിക്കാം. നമസ്കാരം. മഴയൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു യാത്ര പോവുകയാണ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു സ്ഥാപനമായിരുന്നു ഹരിപ്പാടിനടുത്ത അമ്പലശ്ശേരിക്കടവിലെ രാജൻ ചേട്ടൻ്റെ വീട്ടിലെ ഊണ്. രാജൻ ചേട്ടൻ ഇപ്പോൾ 2-3 മാസമായി മരിച്ചുപോയി. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥയെന്ന് പറയത്തില്ല. ഏതായാലും ഊണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നിട്ടറിയാം ഹോട്ടൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. അമ്പലശ്ശേരിക്കടവിൽ വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന കാര്യമാണ് കുമാരകോടി. കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപം ഈ പല്ലനാറിൻ്റെ ഈ തീരത്താണ്. ഒരു 2 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഇവിടെ നിന്നാണ് വള്ളംകളിയൊക്കെ തുടങ്ങുന്നത്. കുമാരകോടി വള്ളംകളിയൊക്കെ ഇവിടെ നിന്ന് ഈ ആറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ വന്ന കാര്യം പറയാമല്ലോ. അപ്പം നമ്മൾ വന്നപ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഹോട്ടൽ ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ശരി, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ വൈഫാണിപ്പോൾ എല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കൂടെ സഹായത്തിന് കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഹോട്ടലുണ്ട്, നമ്മളെ നിരാശപ്പെടുത്തിയില്ല. നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. രാജൻ ചേട്ടൻ്റെ ഓർമ്മകൾ ഇവിടെ ഉണ്ട്. രാജൻ ചേട്ടൻ്റെ ഫോട്ടോ ഈ ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു അദ്ദേഹം പകർന്ന ഒരു കാര്യമാണ് ഈ വീട്ടിലെ ഊണെന്നുള്ളത്. ഇവിടെ ഇപ്പം ദൂരെ നിന്നൊക്കെ തന്നെ ആൾക്കാർ ഇന്നും വരുന്നുണ്ട്. എവിടെ ചേട്ടൻ്റെ പേരെങ്ങനെ? കായംകുളത്തു നിന്നല്ലേ? ആ, ഇവിടെ ഇപ്പം ഉണ്ടോന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയായിരുന്നോ? വരുന്നു അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ആലപ്പുഴ കൂടി തിരിച്ചു വരും. ഇദ്ദേഹം പറഞ്ഞ ഊണ് സമയത്ത് നമുക്ക് ഇന്നടത്തൊരു കടയുണ്ട്. എന്താ ഓർഡർ ചെയ്ത്? എന്തോ സ്പെഷ്യൽ? എന്തോ വരാല കരിമീൻ. ഓക്കെ, വരട്ടല്ലേ, വന്നിട്ട് കാണാം. നമ്മുടെ രാജൻ ചേട്ടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെയാണ് ചേച്ചി? മോഹനവല്ലി. അപ്പോൾ ചേച്ചി ഇപ്പോൾ രാജേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? 6 മാസമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു എത്ര നാൾ കഴിഞ്ഞ് തുടങ്ങി? 1 മാസം കഴിഞ്ഞറിയും. ഇപ്പം ചേച്ചിയുടെ നേതൃത്വത്തിലാണ് ഈ പണികളൊക്കെ നടത്തുന്നത്. അപ്പം എനിക്ക് മരുമോനും ഉണ്ടല്ലേ? അപ്പം ചേട്ടൻ ശരി. എല്ലാവരും അവർ കുടുംബക്കാരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്നാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഹോട്ടൽ ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പോയത്. ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പം വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. അപ്പോൾ അതൊരു സംശയം ഉണ്ടായിരുന്നു. അതിൽ ഇവിടെ വന്നപ്പോൾ അത് ക്ലിയർ ആയത്. ഇപ്പോൾ പഴയ മാതിരി തന്നെ നമ്മുടെ ക്ലയൻസ് ഒക്കെ കസ്റ്റമറൊക്കെ വരുന്നുണ്ടല്ലോ. എല്ലാവരും വരുന്നുണ്ട് അല്ലേ? എല്ലാ ഐറ്റംസും അങ്ങനെ ചെയ്യുന്നുണ്ട് പഴയ മാതിരി തന്നെ. ഇപ്പൊ ചേച്ചി എന്തോ ചെയ്യുന്നത്? എന്തോ മീനിന്റെ മസാല, ഈ കരിമീൻ അല്ലേ? കരിമീന് മസാല എങ്ങനെ റെഡിയാക്കുകയാണ്? സ്പെഷ്യല് കൊടുക്കുന്ന മീനിന്റെ മസാല. കരിവേപ്പിലയും മസാല കൂട്ടുകൾ എങ്ങനെ ബാക്കിയെല്ലാം ചേർത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. കുരുമുളക്, പിന്നെന്തൊക്കെ? വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഇതെല്ലാം ചേർത്താണ് ഇതിന്റെ ഈ കൂട്ട്. അതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ടേസ്റ്റ് അല്ലേ? വെളിച്ചെണ്ണ, ഉപ്പ്. അതല്ല, ഇത്രയും വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഒരു കൂട്ടാണിത്. ഇതാണ് ഈ നമ്മളുടെ വീടുകളിലൊക്കെ വെക്കുന്നതെങ്കിൽ പോലും ഇവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നല്ല ഓത്തൻ വരാലിങ്ങനെ വരഞ്ഞു വെച്ചേക്കുകയാണ്. ഒരു വരാലിൽ ഇങ്ങനെ മസാല പിടിപ്പിക്കുകയാണ്. വലിയൊരു വരാലല്ലേ ചേച്ചി? ഇന്ന് പിടിച്ച് ഒന്നാണ്, ഫ്രഷ് ആണല്ലേ? ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വരുന്ന മീനാ അല്ലേ? വെള്ളത്തിൽ ഇവിടെ ഇട്ടേക്കാണ്. അത് നമുക്ക് പിന്നെ കാണാം. അപ്പം അതാണ് എടുത്ത് ഇങ്ങനെ ഫ്രഷായിട്ട് ലൈവായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇച്ചിരി സാവകാശം വേണം. ഇത് ചെയ്തു വരുന്നതിനൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുകയും വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. നല്ല നടക്കത്തുള്ളൂ. പിന്നെ പാഴ്സൽ സർവീസും ഉണ്ട് അല്ലേ ചേട്ടാ? പാഴ്സൽ സർവീസൊക്കെ ഉണ്ട് ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ട്രോളിംഗ് ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് മീനിൻ്റെ പ്രശ്നമുണ്ട്. അതിൽ നിന്നുള്ള മത്തിയൊക്കെ ഇല്ലെന്നാണ് ചേച്ചി പറയുന്നത്. അതിലും കരിമീനും ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ആണ്. ലൈവായിട്ടാണ് ഇവിടെ തന്നെ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടതൊക്കെ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും എടുത്ത്.
ചേച്ചിക്ക് സഹായത്തിനുള്ള വേറൊരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടൻ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ചോറ്, സാമ്പാർ, കറി, കപ്പ കുഴച്ചത്, മീൻ ഫ്രൈ, പിന്നെ സലാഡ്, കക്കാർച്ചി, അവിയൽ, മീൻ പീര, മെഴുക്ക് വരട്ടി. ഇനി എന്താണ് സ്പെഷ്യൽ ഇപ്പോൾ വരും. അങ്ങനെ അവർ ഓർഡർ ചെയ്ത വരാല്, കരിമീൻ എത്തിയിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം എന്താണ്. ചേച്ചി പാഴ്സല് സെറ്റ് ചെയ്യും അല്ലേ? ഞങ്ങളുടെ പാഴ്സലൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പേരെങ്ങനെ? ഓമന. ഓമന ചേച്ചി പാഴ്സൽ സെക്ഷനാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. രാജചേട്ടന് ഈ മീനിന്റെ പേര് പറയുന്ന എല്ലാവർക്കും ഒരു രസമായിരുന്നു. കുറെ മീനിന്റെ പേര് ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു. ഇന്നിപ്പോ എന്തൊക്കെയാ ഉള്ളത്? കരിമീനുണ്ട്, സിലോപ്പിയുണ്ട്, വരാറുണ്ട്. കരിമീന്, സിലോപ്പിയോ, വരാ. ലൈവായിട്ട് ഉള്ള മീനാണ് ഇവിടെ വേണ്ട. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഈ കുട്ടകത്തിലിട്ട് ഇത് ചെയ്യുകയാണ്. വളർത്തല്ല, ഇന്നലെ പിടിച്ച മീൻ ഇതിനകത്ത് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്ത് നോക്കി അതിൻ്റെ വലുപ്പവും തൂക്കവും ഒക്കെ നോക്കി നമുക്ക് കഴിക്കാം. കിട്ടുന്നില്ലേ? എല്ലാം ഒന്ന് കഴിച്ചേ കേട്ടോ. പ്ലേറ്റ് മാത്രം ഇവിടുത്തെ സിസ്റ്റം അതാണ്. ഇത് അരവിന്ദൻ, നമ്മുടെ ഒരു സുഹൃത്താണ്, ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഞങ്ങള് കൂട്ടുകാരായിട്ടൊക്കെ ഇടയ്ക്ക് വരും. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇതിന്റെ ഫുഡ് വളരെ ഫേമസ് അല്ലേ? ഫേമസ് ആണല്ലേ, അതല്ലേ വന്നില്ലേ? ആൾക്കാരാണെങ്കിലും വരുന്നതാണ്. ഇതന്നെ മാഡം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ 9 ബ്രാഞ്ചിന്റെ മാനേജറാണ്. ഇങ്ങനെ ഫുഡ് അവിടെ ബാങ്കിലെ ആരോ ഒരു ലേഡി പറഞ്ഞിട്ട് കേട്ടിട്ട് വന്നാ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഇത്രയും ദൂരം പുതിയ വണ്ടി എടുത്ത് ഇത്രയും കുഴിയും കൂടെ ഇവിടെ വരണമെങ്കിൽ ഇവിടുത്തെ ഫുഡ് എന്ത് മാത്രം നന്നായിട്ടായിരിക്കും. നമ്മൾ പരിചയക്കാരാകുമ്പോൾ പൂച്ച ഇവിടുത്തെ സ്ഥിര ആളാ. ഇവിടെ വരുന്നവരെയൊക്കെ സോപ്പിട്ട് മീനൊക്കെ കഴിക്കാൻ വരുന്ന. എന്താ ഓർഡർ ചെയ്തേ? ഞങ്ങള് വരാലും കരിമീനും അല്ലേ? എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ? പഴയ ഒരു രാജേട്ടൻ്റെ ആ ഒരു ഫീല് നിലനിർത്തുന്നുണ്ടോ ഇവിടെ? എങ്ങനെ പേര്? എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? നാടെവിടെ? കൊല്ലം, ആലപ്പുഴ. ദൂരെ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ. ഇവിടെ 3 മണി വരെ ഭക്ഷണമുണ്ട്. ഇരുന്നാണ് കണക്ക്, എന്നാലും ഒരു 3-3:30 വരെ ഉണ്ട്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലാണ് പെട്ടെന്ന് നാക്ക് വഴങ്ങി വന്നിട്ട് സംഭവം. അത് അറിയാൻ കാരണം ആരായിരുന്നു പറയുന്ന നഗര ഇന്ത്യൻ സാറും പാർട്ടി അവർ 8 പേര് ചോറുണ്ടാൻ വരുമെന്ന് പറഞ്ഞ് മരുമോനെ വിളിച്ചു. അപ്പോൾ അവന് ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. നമ്മളോട് അന്ന് അച്ഛൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഫോൺ കൊണ്ട് 2 എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് അവനോട് എന്തെങ്കിലും വാങ്ങി എന്നെ 2 ഫോൺ കൊണ്ട് ചെന്നപ്പോൾ 2 ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഈ കൈ വശത്താണ് ഞാൻ ഫോൺ കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ ആ വശത്തോട് ഫോൺ വാങ്ങിക്കാതെ ഞാൻ ഈ കൈ കൊണ്ട് ഫോൺ വാങ്ങാം. അപ്പോൾ ഞാൻ ചോദിച്ചു ആണെന്നുണ്ട് ഈ കൈ അനക്കാതെ ഈ കൈ കൊണ്ട് ഫോൺ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ കൈയിലോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഈ കൈ ഇവിടം വരെ ഇങ്ങനെ വെച്ചിട്ടാണ് ഫോൺ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ വശം അങ്ങ് ബലമില്ല, നോക്കാൻ വയ്യ, കൈ സംസാരിക്കാനും. അപ്പോൾ ഫോൺ അങ്ങോട്ട് വാങ്ങിച്ച് കൈ കൊടുക്കുന്നത് പറയടാ പറ എന്നാ പറയുന്നത്. അപ്പം നാക്ക് തിരിയുന്നുമില്ല. ഞങ്ങൾക്ക് ചെയ്യും എന്തരാന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചോദിച്ചാൽ ഒന്നുമില്ല അമ്മയില്ല. പിന്നെ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്തരാണ് ഒന്നുമില്ല എന്നിങ്ങനെ പറയുമല്ല. 2 ചെറി ഇങ്ങനെ ഓടി ഇങ്ങനെ ഓടുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഓടി വളരാനും തീരെ വയ്യ,
ആശുപത്രിയൊക്കെ തോന്നി പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ അന്നേരം മോളുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് മാറി അവിടെ കാറ് കിടപ്പുണ്ടായിരുന്നു കാറ് വിളിച്ചുകൊണ്ട് വന്നു അപ്പം തന്നെ അങ്ങ് കൊണ്ടുവരും ആദ്യം കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫുഡാണ് ഇവിടെ പുതിയ കെയർ ക്രാഫ്റ്റ് എന്നൊക്കെ അവർ പറഞ്ഞ് പെട്ടെന്ന് വണ്ടാനൊക്കെ പരുമലയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് പരുമലയ്ക്ക് വിളിക്കണം പിന്നെ അവർ തന്നെ ആംബുലൻസ് അവിടെ ചെന്ന് നമുക്ക് പരിശോധന പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചപ്പോൾ ഇഞ്ചക്ഷൻ തലയ്ക്ക് മൊത്തം കട്ടി പിടിച്ചെടുക്കുക ഒക്കെ ഒരു നേരം കാരണം പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തപ്പോൾ മരിച്ചല്ലേ ഇപ്പോഴുള്ള പ്രതീക്ഷ ആയിരുന്നു അത് നമുക്ക് നമ്മുടെ കൈകളിലല്ലോ. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഈ പല്ലനയാറിൻ്റെ തീരത്തുള്ള ഈ അമ്പലശ്ശേരിക്കടവ് ഡാണാപ്പടി നാരകത്ര ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം വരും. ഇതിൻ്റെ ലൊക്കേഷൻ കൊടുത്തേക്കാം. വരേണ്ടവർ ഇവിടെ വന്ന് നല്ല ആസ്വാദ്യകരമായ ഫുഡ് കഴിക്കാം. 100% വിശ്വാസ്യതയോടെ കഴിക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തൊരു ബ്ലോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.